ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ രുചിയോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ സൈഡ് ഡിഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. അതിനായി ആദ്യം തന്നെ കോളിഫ്ലവർ കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. അതിനായി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായി നമുക്കിവിടെ ഒരു ബൗൾ എടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ നേരത്തെ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായി ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി നമുക്കിതിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതാ കോളിഫ്ലവറൊക്കെ നമ്മൾ ഈ ഒരു മിക്സിൽ നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വരണം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ കോളിഫ്ലവറായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമ്മൾ ഹൈയിൽ ഇട്ട് കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറച്ചൊന്ന് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് എല്ലാ വശവും ഒരുപോലെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിവിടെ നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഫ്രൈ ആക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ നിങ്ങൾ ഗോബി 65 തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടി കീറി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ വെറുതെ ഡെക്കറേഷന് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഗോബി ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗോബി ചില്ലി ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി നമുക്ക് ഇനി വീണ്ടും കാണാം. ബൈ ബൈ.